പ്രിയമുള്ളവരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിൾ ഇൻ എ ഇയർ. ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവവചന വായനാ പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസെൻഷൻ. ഞാൻ ഡാനിയലച്ചൻ. വചന വായനയിലൂടെ ദൈവസ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ മനോഹരമായ ഒരു യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിലെ 73 ഗ്രന്ഥങ്ങളിലായി പരന്നു കിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒറ്റ പ്രമേയമായി വായിക്കുന്നതിന് ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈംലൈൻ എന്ന വായനാ സഹായി നമ്മൾ ഉപയോഗിക്കുന്നു. BIYindia.com/മലയാളം എന്ന ലിങ്കിൽ ഈ റീഡിംഗ് പ്ലാൻ ലഭ്യമാണ്. ഇന്ന് പ്രവാസം എന്ന പുതിയ വായനാ കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നതിന് ഒരുക്കമായി നമ്മൾ സാധാരണ ചെയ്യാറുണ്ടായിരുന്നതുപോലെ ബഹുമാനപ്പെട്ട വിൽസനച്ചനുമായി ചേർന്നുള്ള ഒരു ആമുഖ ചർച്ചയാണ് ഇന്ന് നമ്മൾ നടത്തുന്നത്. വിഭജിത രാജ്യം, ഡിവൈഡഡ് കിങ്ഡം എന്ന വായനാ കാലഘട്ടം വായിച്ച് പൂർത്തിയാക്കിയതിന് ശേഷം ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ വളരെ മർമ്മപ്രധാനമായ, തന്ത്രപ്രധാനമായ, നിർണായകമായ ഒരു ജീവിത ഘട്ടത്തെ വായിച്ചെടുക്കാൻ പരിശ്രമിക്കുമ്പോൾ അതിനാമുഖമായി മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ കൂടുതൽ ആഴത്തിൽ തിരിച്ചറിയാൻ നിങ്ങളെ ഈ ഒരു സംസാരം സഹായിക്കും എന്ന് ചിന്തിച്ചുകൊണ്ട്, ഓർമ്മിച്ചുകൊണ്ട് ഞാൻ പ്രിയപ്പെട്ട വിൽസനച്ചനെ സ്നേഹത്തോടെ ഈ ഡിസ്കഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അച്ഛാ, നമ്മുടെ വായനാ കാലഘട്ടം പുതിയ ഒരു പീരീഡിലേക്ക് കടക്കുകയാണ്. പ്രവാസം അഥവാ എക്സൈൽ. അച്ഛൻ്റെ വായന എവിടെ എത്തി നിൽക്കുന്നു? നമ്മൾ ഇതിൻ്റെ ഏതാണ്ട് മധ്യത്തിലായെന്ന് തോന്നുന്നു. 365 ദിവസങ്ങളുടെ നടുവിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഏതാണ്ട് ഒരു പകുതി യാത്ര പൂർത്തിയായിരിക്കുന്നു. ഇതുവരെയുള്ള യാത്രയുടെ അനുഭവം നമ്മൾ പലപ്പോഴും പങ്കുവച്ചതുപോലെ വളരെ സന്തോഷം നൽകുന്നതാണ്, വളരെയധികം അറിവ് നൽകുന്നതാണ്. അതിനേക്കാളേറെ വലിയ ഒരു ആത്മീയ അനുഭവമായിട്ട് ദൈവവചന മാറിയിരിക്കുന്നു, അല്ലെങ്കിൽ മാറ്റാൻ സാധിക്കും എന്നുള്ളതാണ് ഇതുവരെയുള്ള ഒരു സാക്ഷ്യമായി നൽകുവാൻ സാധിക്കുന്നത്. ഞാൻ ഈ പുതിയ ഒരു ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ ഒരു ഘട്ടത്തെക്കുറിച്ച് ഒന്ന് ചോദിച്ചിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. ഈ രാജാക്കന്മാരുടെ കഥയൊക്കെ അച്ഛൻ പറഞ്ഞ സമയത്ത് പല രാജാക്കന്മാരുടെയും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, അവർ അന്യദേവന്മാരെ ആരാധിക്കാൻ വലിയ താല്പര്യം കാണിച്ചവരാണ്. പ്രത്യേകിച്ച് യേഹൂവിൻ്റെ കാര്യം പറഞ്ഞ സമയത്ത് ബാലിൻ്റെ ആരാധകരെ എല്ലാം കൂടെ ഒരു ആലയത്തിൻ്റെ ഉള്ളിലിട്ട് കൊന്നുകളഞ്ഞവനാണ് യേഹൂ. പക്ഷേ യേഹൂ പിന്നീട് ഈ അതേ അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ അന്യദൈവത്തെ ആരാധിക്കുന്നതിൽ താല്പര്യം കാണിക്കുന്നു എന്ന് നാം വായിച്ചു. എന്തുവാ ഈ അന്യദൈവത്തിൻ്റെ ഇത്രമാത്രം അട്രാക്ഷൻ? അല്ലെങ്കിൽ സത്യദൈവത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ അന്യദൈവത്തിൻ്റെ പിന്നാലെ പോകുവാൻ ഇവർ കാണിക്കുന്ന ഈ താല്പര്യത്തിൻ്റെ ഒരു കാര്യമെന്താ? നമ്മൾ ഇന്ന് ഈ ജീവിക്കുന്ന കാലവുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണത്. അതായത് സത്യത്തിൻ്റെ ആകർഷകത്വത്തെക്കാൾ തീക്ഷ്ണമാണ് തിന്മയുടെ ആകർഷണം. ഇപ്പോൾ ഉദാഹരണത്തിന്, ഇന്ന് ഒത്തിരി ക്രിസ്തീയ വിശ്വാസത്തിൽ വളർത്തപ്പെട്ട ചെറുപ്പക്കാർ ചില മറ്റു മതങ്ങളുടെ നോമ്പെടുക്കുന്നതായി ശ്രദ്ധയിലേക്ക് പലരും കൊണ്ടുവരികയുണ്ടായി, യൂത്ത്. അപ്പോൾ ആ ആചാരങ്ങൾ ഏറ്റെടുക്കുകയും അത് ചെയ്യുകയും ചെയ്യാൻ സാധാരണ ക്രിസ്തീയ നോമ്പെടുക്കാത്ത ചെറുപ്പക്കാർ പോലും കൂട്ടുകാരുടെ ഒരു സ്വാധീനത്തിൽ മറ്റ് ചില മതങ്ങളുടെ നോമ്പെടുക്കുന്നതായി പറയുന്നത് കേട്ടപ്പോൾ, അതായത് എന്തുകൊണ്ടാണ് ചിലർ ചില പ്രത്യേക ആശയങ്ങളിലേക്ക്, അല്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസത്തിന് വിപരീതമായ മതവിശ്വാസങ്ങളിലേക്കൊക്കെ ആകർഷിക്കപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉത്തരം, നമ്മുടെ മതം നിർബന്ധം പുലർത്തുന്ന ഒരു മേഖലയാണ് പരിശുദ്ധി. തിന്മയെ ടോളറേറ്റ് ചെയ്യാത്ത ഒരു മതം, തിന്മയെ ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്യാത്തൊരു മതം, അനുവദിക്കാത്തൊരു മതം, ആ മതം അനുവർത്തിക്കുന്നതും ആ മതത്തിൻ്റെ അനുയായിയായി നിലകൊള്ളുന്നതും ക്ലേശകരമായൊരു കാര്യമാണ്. പോപ്പുലർ റിലീജൻ നമുക്ക് കാഴ്ചവെക്കുന്നത് നിങ്ങൾക്ക് ഒരേ സമയത്ത് വിശ്വാസിയും അതേ സമയത്ത് പാപിയും ആയിരിക്കാം എന്ന സാധ്യതയാണ്. ഈ സാധ്യത അനുവദിക്കാത്ത മതമാണ് യഹൂദമതം, അതുപോലെ തന്നെ ക്രിസ്തുമതം. നിങ്ങൾക്ക് ഒരേ സമയത്ത് പാപിയും ഒരേ സമയത്ത് ഭക്തനും ആയിരിക്കാൻ പറ്റില്ല. യാഥാർത്ഥ്യത്തിൽ നമ്മളെല്ലാവരും പാപികളാണ്. പക്ഷേ ആശയത്തിൽ, തിയറിയിൽ ഇത് രണ്ടും ഒരുമിച്ച് പോകാൻ പറ്റില്ല. അല്ലെങ്കിൽ ഭക്തനായിരിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും പാപിയാവുന്ന അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും അവകാശമില്ല. അപ്പം അങ്ങനെ വരുമ്പോഴേക്കും ഈ ഇസ്രായേലിൽ നിലനിന്നിരുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് രാജാവ്, അധികാരസ്ഥാനത്തിരിക്കുന്ന ആൾ, അയാൾക്ക് അധികാരം നിലനിർത്തേണ്ടതുണ്ട്, അയാളുടെ കൂടെ ആളുകൾ ഉണ്ടാവേണ്ടതുണ്ട്, ജനം മുഴുവൻ ഹൃദയം കൊണ്ട് തിന്മയിലേക്ക് വശീകരിക്കപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ ഈ സാഹചര്യത്തിൽ അതിനെതിരെ ഒരു ഒറ്റയാൾ പോരാട്ടം നടത്താനുള്ള മനോബലമോ ധൈര്യമോ
അതിനുവേണ്ട ധാർമ്മിക ആധികാരികതയോ പല ആളുകൾക്കും ഉണ്ടായിരുന്നില്ല. അപ്പം യേഹൂ പോലും അധികാരം പിടിച്ചെടുത്ത ആളാണ്. ആഹാബിൻ്റെ കുടുംബത്തെ മുഴുവൻ നിർമൂലനം ചെയ്തിട്ട് അധികാരം പിടിച്ചെടുത്ത ആളാണ്. അപ്പോൾ അയാൾ ഒടുവിൽ എത്തുമ്പോഴേക്കും ഈ ഒരു വേവിലേക്ക് എത്തിയെന്ന് മനസ്സിലാക്കാനാണ് അങ്ങനെയാണ് നമ്മളത് കാണേണ്ടത്. അതായത് ജോസിയ വരുമ്പോൾ മാത്രമാണ് പിന്നീട് ഈ ജെറോബോവാം നിർമ്മിച്ച ബലിപീഠത്തെ പ്രതിഷ്ഠകളെ അതുവരെ അതെല്ലാം നിലനിന്നിരുന്നു എന്നാണ്. സോളമൻ പോലും, ജെറുസലേം ദേവാലയം പണിത സോളമൻ പോലും പൂജാഗിരികൾ വെളിയിൽ ഉണ്ടാക്കി എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ. അപ്പോൾ ഇതാണ് ഈ സ്വാഭാവികമായി തിന്മ ചെയ്യാനുള്ള മനുഷ്യൻ്റെ വാസന, അത് അനുവദിച്ചു തരുന്നൊരു റിലീജൻ. ആ റിലീജൻ ഫോളോ ചെയ്യാൻ ആളുകൾ കൂടുതൽ കുറെ കൂടി താല്പര്യമുള്ളവരായിരിക്കും. പുതിയ ടൈം ലൈനിൽ യഥാർത്ഥത്തിൽ ഞാൻ കാത്തിരുന്ന കുറേ പുസ്തകങ്ങളാണ്, അല്ലെങ്കിൽ എന്നെപ്പോലെ മറ്റുള്ളവരും കാത്തിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചില പുസ്തകങ്ങളും പ്രവചനങ്ങളുമൊക്കെയാണ് കടന്നു വരാൻ പോകുന്നത്. അത് വളരെ താല്പര്യത്തോടെ നമ്മൾ കേൾക്കാൻ കൊതിച്ചിരിക്കുകയാണ്, അച്ഛൻ്റെ അതിനെ സംബന്ധിച്ചുള്ള വ്യാഖ്യാനം. പക്ഷേ ആ പ്രവചനങ്ങളിൽ അല്ലെങ്കിൽ പ്രവാചകന്മാരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒന്ന് രണ്ട് പേര് ഇതിൽ കടന്നു വരുന്നുണ്ട്. ഒന്ന് തോബിത്ത് കടന്നു വരുന്നുണ്ട്, ജൂഡിത്ത് കടന്നു വരുന്നുണ്ട്. ഇവർ യഥാർത്ഥത്തിൽ പ്രവാചകന്മാരായിരുന്നോ, അല്ലെങ്കിൽ ഇതൊരു കഥയായിരുന്നോ, സംഭവമായിരുന്നോ? എന്താണ് അതിനെക്കുറിച്ച് അച്ഛന് പറയാനുള്ളത്? നമുക്ക് അതുകൊണ്ട് ഈ പീരീഡിനെ കുറിച്ച് നമ്മളൊന്ന് ആദ്യം നമ്മുടെ വായന കാലഘട്ടത്തിലൊന്ന് ഫിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആ പുസ്തകങ്ങളിലേക്ക് കടക്കാമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഈ വായനാ യാത്രയിൽ വായിക്കാൻ പോകുന്ന ഏറ്റവും ദീർഘമായൊരു പീരീഡായിരിക്കും ഇത്. 184 ദിവസം മുതൽ 257 ദിവസം വരെ, ഏതാണ്ട് ഒരു 74 ദിവസം നമ്മൾ ഈ ഒരു കാലഘട്ടമാണ് വായിക്കാൻ പോകുന്നത്. എന്നാൽ നമ്മൾ ചിലപ്പോൾ അത്ഭുതപ്പെടും. ഇതിൻ്റെ ഒരു നരേറ്റീവ് ഭാഗം, നമ്മൾ വായിക്കുന്ന ഭാഗം പരിശോധിച്ചാൽ രാജാക്കന്മാരുടെ പുസ്തകത്തിൻ്റെ 2ാം പുസ്തകത്തിൻ്റെ കുറച്ച് അവസാന ഭാഗവും ദിനവൃത്താന്ത പുസ്തകത്തിൻ്റെ അവസാന ഭാഗവും മാത്രമാണ് ഈ ജനം പ്രവാസത്തിലേക്ക് പോയതിനെക്കുറിച്ച് വിവരിക്കുന്ന അധ്യായങ്ങൾ. അപ്പോൾ അത്രയും ഒരു കഥ വിവരിക്കാൻ ഇത്രയും ദിവസങ്ങൾ നമ്മൾ എന്തിനെടുക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു പ്രശ്നം. നമ്മളിവിടെ കാണാൻ പോകുന്ന യഥാർത്ഥത്തിൽ സെദക്കിയ രാജാവ് ബാബിലോണിലേക്ക് നാടുകടത്തപ്പെട്ട ആ നിമിഷം മുതൽ, അല്ലെങ്കിൽ ബാബിലോൺ പ്രവാസത്തിൻ്റെ ആ 3ാമത്തെ ഘട്ടം മുതൽ പിന്നീട് 70 വർഷം ഈ ജനം പ്രവാസത്തിൽ ജീവിച്ച ഒരു കാലഘട്ടത്തെക്കുറിച്ചാണ്. പക്ഷെ അത് വായിക്കുന്നതിന് മുൻപ് നമ്മൾ ഈ വായനാ കാലഘട്ടത്തിൽ പ്രവാസത്തിലേക്ക് പോകുന്നതിന് മുൻപ് ജനത്തെ ദൈവം പ്രവാസത്തിലേക്ക് പോകാതിരിക്കാൻ തിരികെ വിളിച്ച ചില ദൈവത്തിൻ്റെ മുന്നറിയിപ്പുകളെ വായിക്കും. അതാണ് പ്രധാനമായി നമ്മൾ വായിക്കുന്ന പ്രവാചകന്മാരിൽ പലരും. നമ്മൾ വിഭജിത രാജ്യം കണ്ടപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരുന്നു, നോർത്തേൺ കിങ്ഡം അസീറിയയിലേക്ക് നാടുകടത്തപ്പെട്ടു. ആൻഡ് ദേ വെന്റ് ഇൻ ടു ഒബ്ലീവിയൻ, അവർ വിസ്മൃതിയിലേക്ക് പോവുകയും ചെയ്തു. പിന്നെ അവരെക്കുറിച്ച് പ്രതിവാദനങ്ങളില്ല. സമറിയാക്കാരെ കൊണ്ടുവന്ന അസീറിയക്കാരെ അവിടെ താമസിപ്പിച്ചു. പിന്നെ ഉള്ളത് യൂദായുടെ ചരിത്രമാണ്. യൂദായുടെ ചരിത്രത്തിൽ യൂദ പിന്നീട് അധിക നാൾ കഴിയുന്നതിന് മുമ്പ് 3 ഘട്ടങ്ങളിലായി നാടുകടത്തപ്പെട്ടു. അങ്ങനെ ഇസ്രായേൽ നാടുകടത്തപ്പെട്ട ആ സമയവും അതിനുശേഷം യൂദ നാടുകടത്തപ്പെടുന്നത് വരെയും ഉള്ള സമയത്ത് ഒരിക്കൽ കൂടി ദൈവം യൂദായെ, നിന്റെ സഹോദരിക്ക് സംഭവിച്ചത് നിനക്ക് സംഭവിക്കരുത് എന്ന് പറഞ്ഞ് യൂദായെ നിരന്തരമായി പ്രവാചകന്മാരെ അയച്ച് തിരികെ വിളിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ആ തിരികെ വിളിക്കാൻ ശ്രമിച്ചതിൻ്റെ ചരിത്രമാണ് നമ്മൾ ഈ ഭാഗത്ത് ഈ കാലഘട്ടത്തിൽ കൂടുതലും വായിക്കാൻ പോകുന്നത്. ഉദാഹരണത്തിന് യെശയ്യാ, ജെറമിയ, ഇത് രണ്ടും തന്നെ പ്രവാസത്തിന് തൊട്ട് മുമ്പ് നമ്മൾ വായിച്ചു. എന്ന് പറയുന്ന ടൈം പീരീഡിൻ്റെ മുമ്പ് പ്രവാചകന്മാരിലൂടെ ദൈവം സംസാരിക്കുന്നതാണ്. യെശയ്യായെ നമ്മൾ കാണേണ്ടത് പ്രവാസത്തിന് മുമ്പ് ജനത്തെ ദൈവം അനുതാപത്തിലേക്ക് തിരികെ വിളിക്കുകയാണ്. ജെറമിയ പ്രവാസത്തിൻ്റെ സമയത്തുകൂടി അവിടെ ഉണ്ടായിരുന്ന ആളാണ്. അപ്പോൾ പ്രവാചകന്മാരെ നമ്മൾ അങ്ങനെ കാണുമ്പോൾ പച്ചൻ ചോദിച്ചാൽ തോബിത്ത്, യൂദിത്ത് തുടങ്ങിയ ഗ്രന്ഥങ്ങൾ എന്തുകൊണ്ട് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള പ്രശ്നം വരുന്നത്, ഈ തോബിത്തിൻ്റെ പുസ്തകം അമൂല്യമായ ഒരു ചരിത്രരേഖയാണ്. അതൊരു കഥയല്ല. അത് യഥാർത്ഥത്തിൽ പല പണ്ഡിതന്മാരും അതൊരു കഥയാണെന്ന് പറയുന്ന ആളുകളുണ്ടെങ്കിലും നമ്മൾ ഈ വായനാ പദ്ധതിയിൽ ബഹുഭൂരിപക്ഷം വരുന്ന പണ്ഡിതന്മാരുടെ അഭിപ്രായത്തോട് ചേർന്ന് നിന്നുകൊണ്ട് അതിനെ ഒരു ഹിസ്റ്റോറിക്കൽ ടെക്സ്റ്റായിട്ട് തന്നെയാണ് എടുക്കുന്നത്. എന്താണ് അതിൻ്റെ പ്രമേയം, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ സാങ്കത്യം വായനാ പദ്ധതിയിൽ? ഈ നാട് കടത്തപ്പെട്ട് അസീറിയയിലേക്ക് പോയ ഇസ്രായേൽക്കാരുണ്ടല്ലോ, അതായത് ലോസ്റ്റ് ട്രൈബ്സ്, അവരെക്കുറിച്ച് അല്ലെ അവർക്ക് എന്ത് സംഭവിച്ചു, അവർ അസീറിയയിൽ പ്രവാസത്തിലായിരുന്നപ്പോൾ എങ്ങനെയാണ് ജീവിച്ചത് എന്നതിനെക്കുറിച്ച് നമുക്ക് അറിവ് തരുന്ന ഒരേ ഒരു ഗ്രന്ഥമാണ് തോബിത്തിൻ്റെ പുസ്തകം. തോബിത്ത് അസീറിയയുടെ തലസ്ഥാനമായ നിനുവയിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത്. അദ്ദേഹം യൂദായിൽ നിന്ന് ബാബിലോണിലേക്ക് നാടുകടത്തപ്പെട്ട ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ട ആളല്ല.
നേരത്തെ വടക്കൻ ഗോത്രങ്ങൾ നാടുകടത്തപ്പെട്ടപ്പോൾ വിസ്മൃതിയിലേക്ക് പോയി എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ആ ജനവിഭാഗത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവാണ് തോബിത്ത്. അപ്പോൾ അവിടെ ബൈബിൾ നമ്മൾക്ക് പറഞ്ഞു തരികയാണ്, അവിടെയും ഈ ജനം അവിശ്വസ്തത കാണിച്ച് നാടുകടത്തപ്പെട്ടപ്പോഴും അവിടെയും വിശ്വസ്തരായി ജീവിച്ച മനുഷ്യരുണ്ടായിരുന്നു. അവർ തങ്ങളുടെ മതവും വിശ്വാസവും ദൈവവും തങ്ങൾക്ക് പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ കാത്തു സൂക്ഷിക്കാൻ പരിശ്രമിച്ചു എന്നതിൻ്റെ ഒരു നമുക്ക് ആകെ കിട്ടുന്ന, അതായത് ഈ നോർത്തേൺ കിങ്ഡത്തിൻ്റെ എക്സൈലിനെ കുറിച്ച് ആകെ കിട്ടുന്ന വിവരങ്ങൾ തോബിത്തിൻ്റെ പുസ്തകത്തിൽ നിന്നാണ്. അതാണ് തോബിത്തിൻ്റെ പുസ്തകത്തിൻ്റെ പ്രാധാന്യം. യൂദത്തിൻ്റെ പുസ്തകത്തെ പൊതുവെ ഒരു കഥയായിട്ടാണ്, അതായത് ഇസ്രായേലിന് നേരെ വരുന്ന, യൂദായ്ക്ക് നേരെ വരുന്ന ശത്രുക്കളെ വിശ്വസ്തത കൊണ്ടും പ്രാർത്ഥന കൊണ്ടും പരിത്യാഗം കൊണ്ടും ധീരത കൊണ്ടും ദൈവാശ്രയത്വം കൊണ്ടും ആണ് കീഴടക്കേണ്ടത് എന്ന് ജനത്തെ പ്രവാസത്തിന് ശേഷം ഓർമ്മിപ്പിച്ച ഒരു പുസ്തകമായിട്ടാണ് യൂദത്തിൻ്റെ പുസ്തകത്തെ പൊതുവെ ഒരു ഉപമ പോലെയാണ് നമ്മൾ വായിക്കുന്നത്. അതാണ് തോബിത്തും യൂദത്തും തുടങ്ങിയ പുസ്തകങ്ങളെക്കുറിച്ചുള്ള ഒരു പരാമർശം. അച്ഛൻ അതിൽ നിന്ന് പോകുന്നതിന് മുമ്പ് ഈ തോബിത്തിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ച്, അതായത് ഒരു കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. അതായത് സാറായിക്ക് 7 ഭർത്താക്കന്മാരെ നഷ്ടപ്പെടുകയാണ് ഒരു പൈശാചിക ഉപദ്രവം വഴിയായിട്ട്. യഥാർത്ഥത്തിൽ ഒരു കുടുംബ ജീവിതത്തിൽ അങ്ങനെയൊരു വിഷയം നിലനിൽക്കുന്നുണ്ടോ? അതായത് ഒരു പൈശാചിക ശക്തി ജീവിത പങ്കാളികളെ കൊന്നുകളയുന്ന, അല്ലെങ്കിൽ ആ വിധത്തിലുള്ളൊരു ദുരന്തം ഇപ്പോഴും അങ്ങനെ ഉണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ ഭയപ്പെടേണ്ട കാര്യമുണ്ടോ? അതായത് എക്സാക്ട്ലി ഇപ്പോൾ ഒരു പിശാച് വന്ന് ജീവിത പങ്കാളിയെ കൊലപ്പെടുത്തുന്നു എന്ന അർത്ഥത്തിലല്ല, മറിച്ച് ഈ പുസ്തകം കുടുംബജീവിതത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്ന അതിശക്തമായ ബൈബിൾ ആവർത്തിക്കുന്നൊരു പ്രമേയമുണ്ട്. ഉദാഹരണത്തിന്, പിശാച് ലോക ചരിത്രത്തിലേക്ക് ആദ്യമായി പ്രവേശിക്കുന്നത് ഒരു കുടുംബത്തിലേക്കാണ്. അപ്പോൾ ഒരു കുടുംബത്തെ ഛിന്നഭിന്നമാക്കിക്കൊണ്ടാണ്. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 3-ാം അധ്യായത്തിൽ പിശാചിൻ്റെ രംഗപ്രവേശം ഒരു കുടുംബത്തിലേക്കാണ്. അതുകൊണ്ട് പിശാച് എപ്പോഴും ടാർഗറ്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഫാമിലിയാണ്. ഇന്നും പിശാച് ദൈവജനത്തെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന തന്ത്രം കുടുംബങ്ങളെ നശിപ്പിക്കുക എന്നുള്ളതാണ്. അത് പല രീതിയിലാണ്. അത് പ്രധാനമായി എനിക്ക് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൻ്റെ ജീവിതങ്ങളുമായി വെച്ച് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, അല്ലെ നമുക്കെല്ലാം മനസ്സിലാവുന്ന ഒരു കാര്യം, ഹൃദയങ്ങൾ തമ്മിലുള്ള അടുപ്പം, ബന്ധം, സ്നേഹം, ഇത് എടുത്തു കളയുന്ന ഒരു പൈശാചികത. അത് യഥാർത്ഥത്തിൽ ഒരു പൈശാചികതയായി തന്നെ ഇന്ന് വളരെ ശക്തമായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം നമ്മൾ കാണുന്നുണ്ട് ഒത്തിരി സന്തോഷത്തോടെയൊക്കെ ജീവിതം ആരംഭിക്കുന്ന ആളുകൾ, നല്ല കമ്മിറ്റ്മെൻ്റ് ഉള്ളവർ, നല്ല തീരുമാനങ്ങളുള്ളവർ, നല്ല ആത്മീയ പശ്ചാത്തലമുള്ളവർ, കുറച്ച് കഴിയുമ്പോഴേക്കും ഇവർ ആജന്മ ശത്രുക്കളായി മാറുന്ന, വൈരികളായി മാറുന്ന ഒരു ദുരന്തത്തിലേക്ക് എത്തിച്ചേരുന്നു. എവിടെയോ അവർക്കിടയിലേക്ക് ഒരു പൈശാചിക സാന്നിധ്യം കടന്നു വരുന്നു. എക്സോർസിസം യഥാർത്ഥത്തിൽ ദാമ്പത്യത്തിന് വേണ്ടതാണ് എന്ന് തോന്നുന്ന തരത്തിലുള്ള ഒരു പ്രവണത പിശാച് ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ തോബിത്തിൻ്റെ പുസ്തകത്തിൽ കുടുംബത്തിലേക്ക് കടന്നു വന്ന പിശാച്, ആ പൈശാചിക സ്വാധീനങ്ങൾ ഇപ്പോഴും നമ്മൾ അത്രയും ജാഗ്രത കുടുംബങ്ങളെ സംബന്ധിച്ച് പുലർത്തേണ്ടതുണ്ട് എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി ഇത് തരുന്നുണ്ട്. നമുക്ക് ഇനി പ്രധാനപ്പെട്ട വിഷയം പ്രവാസമാണ്. പ്രവാസം യഥാർത്ഥത്തിൽ ഒരു ശിക്ഷയായിരുന്നോ, ഒരു ശിക്ഷണമായിരുന്നു? അതായത് പ്രവാസത്തെ നമ്മൾ കാണേണ്ടത്, ഇപ്പം അച്ഛൻ നേരത്തെ ചോദിച്ചില്ലേ, എന്തുകൊണ്ടാണ് ഈ വിഗ്രഹങ്ങളെ ഇത്രമാത്രം അവർ ആകർഷിച്ചത്? വിഗ്രഹങ്ങൾ നിയമാവർത്തന പുസ്തകത്തിൻ്റെ 30-ാമത്തെ അധ്യായത്തിൽ 16 മുതൽ 18 വരെ വാക്യങ്ങൾ എങ്ങനെയാണ്? ഇന്ന് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നതനുസരിച്ച് നിന്റെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ മാർഗത്തിൽ ചരിക്കുകയും അവിടുത്തെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്താൽ നീ ജീവിക്കും, നീ കൈവശമാക്കാൻ പോകുന്ന ദേശത്ത് കർത്താവ് നിന്നെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കും. എന്നാൽ നീ ഇവയൊന്നും കേൾക്കാതെ നിന്റെ ഹൃദയം വ്യതിചലിക്കുകയും അന്യദേവന്മാരെ ആരാധിക്കുന്നതിനും അവരെ സേവിക്കുന്നതിനുമായി വശീകരിക്കപ്പെടുകയും ചെയ്താൽ നീ തീർച്ചയായും നശിക്കുമെന്നും ജോർദാൻ കടന്ന് കൈവശമാക്കാൻ പോകുന്ന ദേശത്ത് ദീർഘകാലം ജീവിക്കുകയില്ലെന്നും ഞാൻ നിന്നോട് ഉറപ്പിച്ചു പറയും. അതായത് അന്യദേവന്മാരുടെ പുറകെ പോയാൽ ഈ ദേശത്ത് നീ അധിക നാൾ ജീവിക്കില്ല എന്ന് ദൈവം ഓൾറെഡി മോശയിലൂടെ ഇവർക്ക് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. പ്രവാസത്തെ നമ്മൾ കാണേണ്ടത് ഇങ്ങനെയാണ്. അതായത് ഇപ്പോൾ അവർ വാഗ്ദത്ത ദേശത്താണ്, ജിയോഗ്രഫിക്കലി അവർ വാഗ്ദത്ത നാട്ടിലാണ്. പക്ഷേ സ്പിരിച്വലി അവരിപ്പോൾ വാഗ്ദത്ത നാട്ടിലല്ല. അവർ ആത്മീയമായി ഇപ്പോഴും ഈജിപ്തിലാണല്ലേ, പ്രവാസത്തിലാണ്. പ്രവാസം എന്ന് പറയുന്നത് ഗോഡ് ഈസ് ഡ്രോപ്പിംഗ് ദം ജിയോഗ്രഫിക്കലി വെയർ ദേ ആർ സ്പിരിച്വലി. അവർ ആത്മീയമായിട്ട് എവിടെ ആയിരിക്കുന്നോ അവിടേക്ക് അവരെ ജിയോഗ്രഫിക്കലായിട്ട് കൊണ്ടുപോയി വെച്ചു എന്നേ ഉള്ളൂ. അതായത് ഉള്ളുകൊണ്ട് അവരിപ്പോൾ വാഗ്ദത്ത നാട്ടിലല്ല, ഉള്ളുകൊണ്ട് അവർ അന്യദേവന്മാരുടെ നാട്ടിലാണ്. അതുകൊണ്ട് അവരെ ഭൂമിശാസ്ത്രപരമായും അന്യദേവന്മാരുടെ നാട്ടിലേക്ക് കൊണ്ടുപോയി വെക്കുന്നു എന്നുള്ളതാണ് പ്രവാസം. എന്തിന്?
ആ അവസ്ഥ മനസ്സിലാക്കാൻ. വാഗ്ദത്ത നാട്ടിൽ ജീവിക്കുകയും ഹൃദയം അന്യദേവന്മാർക്ക് കൊടുക്കുകയും ചെയ്യുമ്പോൾ ദൈവം എന്തിനവരെ ഇവിടെ എത്തിച്ചു എന്നുള്ള പദ്ധതി അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എന്നാൽ അവർ അന്യനാട്ടിൽ എത്തിക്കഴിയുമ്പോൾ, പ്രവാസം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നമ്മൾ കാണും, പ്രവാസം പഠിപ്പിച്ച പാഠങ്ങൾ ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ വേറൊരു കാലഘട്ടത്തിൽ അവർ പഠിച്ചിട്ടില്ല. അതായത് ഈ പ്രോമിസ്ഡ് ലാൻഡിൽ നിന്ന് എന്ന് അവർ മാറ്റപ്പെട്ടോ അവിടെ ചെല്ലുമ്പോഴാണ് അവർക്ക് തിരിച്ചറിവുകൾ. ദാനിയേലിൻ്റെ പുസ്തകത്തിലെ പ്രാർത്ഥനകളൊക്കെ ശ്രദ്ധിച്ച് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. അത് അവർ തിരിച്ചറിയുകയാണ്, ദൈവമേ, ഈ ടെമ്പിള് ഞങ്ങൾക്ക് എന്തായിരുന്നു, ഞങ്ങളുടെ ബലിയർപ്പണങ്ങൾ ഞങ്ങൾക്ക് എന്തായിരുന്നു, ഞങ്ങളുടെ ദൈവം ഞങ്ങൾക്ക് ആരായിരുന്നു, മറ്റ് ജനതകളുടെ ഇടയിൽ ഞങ്ങളുടെ വില എന്തായിരുന്നു, ഞങ്ങളുടെ ലാൻഡ് ഞങ്ങൾക്ക് തന്ന സെക്യൂരിറ്റി എന്തായിരുന്നു, ഇതെല്ലാം അവർ തിരിച്ചറിയുന്നത്. അപ്പോൾ അന്യദേവനെ ആരാധിച്ച് ജീവിക്കുന്ന ഒരു ജനം നഷ്ടപ്പെടുത്തി കളയുന്ന സൗഭാഗ്യങ്ങൾ എന്താണെന്ന് അവർ എക്സ്പീരിയൻഷ്യലായിട്ട് അറിയണമെങ്കിൽ അവരിവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോകണം. അപ്പോൾ ഇത് അച്ഛൻ പറഞ്ഞ പോലെ ഇത് യഥാർത്ഥത്തിൽ എക്സൈല് നമ്മൾ പലപ്പോഴും കാണുന്നത് ഈ ആട്ടി പുറത്താക്കുക, നാട്ടിൽ നിന്ന് പുറത്താക്കുക, ദേശത്തിൽ നിന്ന് ആട്ടി ഓടിക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. അങ്ങനെയല്ലത്. ഏദൻ തോട്ടത്തിലെ കാര്യം പറയുമ്പോൾ തൊട്ട് എൻ്റെ മനസ്സിൽ ഇങ്ങനൊരു ചിന്തയുണ്ട്. ഇപ്പോൾ ദൈവം ആദത്തെയും ഹവ്വയും ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി എന്ന് പറയുന്നതിനേക്കാൾ ദൈവം ഏദൻ തോട്ടത്തിൻ്റെ വാതിലടച്ചിട്ട് ആദത്തെയും ഹവ്വയും കൂട്ടി പുറത്തേക്ക് ഇറങ്ങി എന്ന് പറയുന്നതാണ് കുറച്ചുകൂടി ശരിയായ വ്യാഖ്യാനം. ദൈവം ഏദൻ തോട്ടത്തിൻ്റെ അകത്തിരിക്കുകയും ആദത്തെയും ഹവ്വയും ഗെറ്റൗട്ട് അടിക്കുകയും ചെയ്യുന്നതല്ലത്. മറിച്ച് ഈ പറുദീസയ്ക്കകത്ത് ജീവിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ ഇവർ നഷ്ടപ്പെടുത്തി കളയുമ്പോൾ ഇത് റിസ്റ്റോർ ചെയ്യാൻ ദൈവം അവരെയും കൊണ്ട് അതിന് പുറത്തേക്ക് വരികയാണ്. എന്നിട്ട് ക്രിസ്തുവിലൂടെ വീണ്ടും തിരിച്ച് ഇതിനകത്തേക്ക് കൊണ്ടുവരികയാണ്. ഇത് ആക്ച്വലി ഏദൻ തോട്ടത്തിൽ നിന്ന് ആദ്യം പുറത്തിറങ്ങുന്നത് ആരാ? ആദമല്ല, ദൈവമാണ്. അപ്പോൾ എക്സൈൽ യഥാർത്ഥത്തിൽ ഈ എസക്കേൽ കാണുന്നൊരു ദർശനമുണ്ട്. കേബാർ നദിയുടെ തീരത്ത് പ്രവാസികൾ താമസിക്കുന്നിടത്ത് ദൈവത്തിൻ്റെ സിംഹാസനം. ഇത്രയും നാൾ യെശയ്യാ കണ്ടത് എവിടാണ്? ദേവാലയത്തിൽ. ജെറുസലേം ദേവാലയത്തിൽ മാത്രം വെളിപ്പെട്ട യഹോവയുടെ സാന്നിധ്യം പ്രവാസികൾ നിൽക്കുന്നിടത്ത് എസക്കേൽ കാണുകയാണ്. അതിനർത്ഥം ഇപ്പോൾ ദൈവം എവിടാണ്? പ്രവാസികളുടെ കൂടാണ്. അപ്പോൾ പ്രവാസം എന്ന് പറയുന്നത് ദൈവം തൻ്റെ ജനത്തെ അടിച്ചു പുറത്താക്കി വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി ദൈവം മാറുന്നു എന്നല്ല. പ്രവാസം എന്ന് പറയുന്നത് ദൈവം ഈ ജനത്തെയും കൂട്ടി അവരായിരുന്ന സിറ്റുവേഷനിലേക്ക് പോയി എന്നുള്ളതാണ്. നിങ്ങൾ എന്താണ്? അതാണ് ഈശോയുടെ മനുഷ്യാവതാരം. നമ്മളെ പുറത്താക്കുന്നതിന് പകരം നമ്മളായിരിക്കുന്ന എക്സൈലിലേക്ക് യേശു ഇറങ്ങി വന്നതാണ് മനുഷ്യാവതാരം, ഈ ഭൂമിയിലേക്ക് വന്നതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പ്രവാസം യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ തിരസ്കാരത്തിൻ്റെ ലക്ഷണമായിരുന്നില്ല, ദൈവത്തിൻ്റെ കരുതലിൻ്റെയും സ്നേഹത്തിൻ്റെയും അടയാളമായിരുന്നു. അപ്പോൾ പ്രവാസത്തിൻ്റെ ഏറ്റവും വലിയ അനുഭവം ദൈവം ഞങ്ങളെ അത്രമാത്രം റിസ്റ്റോർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇതാണ് പിന്നീട് പ്രവാചകന്മാർ യെശയ്യാ മുതൽ പറയുന്നുണ്ട്, ഞാൻ തിരിച്ചു കൊണ്ടുവരും, പരിശീലിപ്പിക്കും, നീ കടന്നുപോയ വഴികൾ ഉറപ്പിച്ച് തിരിച്ചു വരിക. അപ്പോൾ അതുകൊണ്ട് പ്രവാസം യഥാർത്ഥത്തിൽ ആ ഒരു കണ്ണിൽ കണ്ടാൽ അത് ഒത്തിരി കുറെ കൂടെ ജീവിതബന്ധിയായിട്ട് മാറുന്നു. യെശയ്യാ പ്രവാചകൻ പ്രവാസത്തിന് മുമ്പുള്ള പ്രവാചകൻ, അതായത് പ്രവാസം എന്ന ദുരന്തം പ്രവചിച്ച പ്രവാചകനാണ്. യഥാർത്ഥത്തിൽ ബൈബിൾ പഠിക്കുമ്പോഴൊക്കെ പറയുന്നു യെശയ്യാ 1 3 യെശയ്യാ ഉണ്ട്. അതിനകത്ത് എന്തെങ്കിലും സത്യമുണ്ടോ? നമ്മൾ അക്കാഡമിക്കലി ഒക്കെ പഠിക്കുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, നിരീക്ഷണങ്ങളൊക്കെ പറയുന്നതിൽ തെറ്റില്ല, അല്ലെങ്കിൽ അതിനകത്ത് തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ വചനത്തെ സമീപിക്കുന്ന രീതി വ്യത്യസ്തമാണ്. നമ്മളിപ്പോൾ വായിക്കുകയും പഠിക്കുകയും അല്ലെങ്കിൽ നമ്മൾ പൊതുവെ ജീവിതത്തിൽ വചനത്തെ സമീപിക്കുന്ന രീതി എങ്ങനെ നമുക്ക് ഈ പുസ്തകം നൽകപ്പെട്ടോ അതുപോലെ അതിനെ എടുക്കുക എന്നുള്ളതാണ്. ഈ 1-ാം യെശയ്യാ, 2-ാം യെശയ്യാ, 3-ാം യെശയ്യാ എന്നൊക്കെ പറഞ്ഞ് തരംതിരിച്ച് അതിനെ മനസ്സിലാക്കുന്നതിന് പകരം ഒരു യെശയ്യായിട്ടെടുത്താൽ ഈ പുസ്തകം തരുന്ന സൗന്ദര്യം മറ്റേ ഡിവിഷനകത്ത് നമുക്ക് കാണാൻ പറ്റില്ല. അതായത് ഇത് ചിലപ്പോൾ 3 വ്യക്തികൾ എഴുതിയതാവാം, യെശയ്യായുടെ ശിഷ്യന്മാരും എഴുതിയതാവാം, ഇത് കമ്പൈൽ ചെയ്തത് 3 ഘട്ടങ്ങളിലാവാം. ഇത്തരം ചർച്ചകൾ അതിലേക്ക് പോകുന്നതിന് പകരം ഒറ്റ യൂണിറ്റായിട്ട് ഇതിനെ എടുത്തു കഴിയുമ്പോൾ ഈ 66 പുസ്തകങ്ങൾ നമുക്ക് സത്യം പറഞ്ഞാൽ മൊത്തം ബൈബിളിൻ്റെയും ഒരു സംഗ്രഹം പോലെ തോന്നും. കാരണം ഇതിൻ്റെ ആദ്യ ഭാഗം, ആദ്യത്തെ 40 വരെയുള്ള അധ്യായങ്ങൾ ശരിക്കും പറഞ്ഞാൽ ബൈബിളിലെ പഴയ നിയമത്തിൻ്റെ പ്രതീകമാണ്. 40 മുതൽ 66 വരെയുള്ള അധ്യായങ്ങൾ ബൈബിളിലെ പുതിയ നിയമത്തിൻ്റെ പ്രതീകമാണ്. കാരണം ആദ്യത്തെ അധ്യായങ്ങളിലെല്ലാം വാണിങ്ങും എല്ലാം പറയുന്നു, അടുത്തത് റെസ്റ്റോറേഷൻ പറയുന്നു. അപ്പോൾ എന്ന് പറഞ്ഞാൽ യെശയ്യാ യഥാർത്ഥത്തിൽ ഹോൾ ബൈബിളിൻ്റെ ഒരു സിനോപ്സിസ് പോലെയാണ് നമുക്ക് വായിക്കാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനെ ഒറ്റ ബുക്കായിട്ട് തന്നെ വായിക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു നമുക്ക് അഭിലഷണീയം. ദാവീദിനെ പോലെ ഈശോയെ മുൻകൂട്ടി കണ്ട ഒരു പ്രവാചകനാണ് യെശയ്യാ എന്ന് തോന്നുന്നു, അല്ലേ? ഇമ്മാനുവേൽ പ്രവചനവും സഹനദാസൻ. അതുപോലെ യെശയ്യാ ആണ് ഉദ്ധരിക്കപ്പെട്ടിരിക്കുന്ന കർത്താവിൽ പൂർത്തിയായി എന്ന് പറഞ്ഞ് ഉദ്ധരിക്കപ്പെട്ട പല പ്രവചനങ്ങളും പുതിയ നിയമത്തിൽ യെശയ്യയുടേതാണ്. യെശയ്യയെ തന്നെ കർത്താവ് ഉദ്ധരിക്കുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ
ഈ രക്ഷകനെ കണ്ട പ്രവാചകനാണോ യെശയ്യാ? നമ്മൾ യെശയ്യാ ഡീറ്റെയിൽഡായിട്ട് സത്യം പറഞ്ഞാൽ നമുക്ക് സമയം ജീവിതത്തിൽ കിട്ടുകയാണെങ്കിൽ വിശദമായി പഠിക്കേണ്ട ഗ്രന്ഥങ്ങളിലൊന്ന് യെശയ്യായാണ്. ഞാൻ ഒരു കുഞ്ഞുദാഹരണം മാത്രം പറയാം, നമുക്ക് സമയം കുറവാണെങ്കിൽ പോലും. അതായത് ഈ യെശയ്യാ തൻ്റെ മകനെയും കൂട്ടി അലക്കുകാരൻ്റെ വഴിയിലേക്കുള്ള വീഥിയിൽ രാജാവിനെ കാണാൻ, ആഹാസിനെ കാണാൻ പോയി നിൽക്കുന്ന ഒരു രംഗമുണ്ട്. ആ രംഗം യെശയ്യാ തൻ്റെ മകനെയും കൂട്ടിയാണ് പോകുന്നത്. ആ മകനെയും കൂട്ടി ഈ പ്രവാചകൻ തൻ്റെ മകൻ്റെ കൈയും പിടിച്ച് പോയി രാജാവിനോട് പറയുന്ന ആ പ്രവചനത്തിലാണ് എമ്മാനുവേൽ പ്രവചനം. ഇത് യഥാർത്ഥത്തിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും ഒരു വിഷ്വലാണ് അവിടെ നമ്മൾ കാണുന്നത്. അതായത് യെശയ്യാ പിതാവായ ദൈവത്തിൻ്റെ സ്ഥാനത്തും ഈ മകൻ പുത്രൻ്റെ സ്ഥാനത്ത് നിന്നിട്ടാണ് എമ്മാനുവേൽ പ്രവചനം. ഒരു വിഷ്വൽ പ്രോപ്പസി പോലെ നമുക്കത് വായിക്കുമ്പോൾ തോന്നും. ഒത്തിരി ആഴത്തിൽ മിശിഹായെ കണ്ട ഞാനിങ്ങനെയാണ് വിചാരിക്കുന്നത്, യെശയ്യായൊക്കെ സത്യത്തിൽ മിശിഹായെ ഉള്ളാലെ കണ്ടിട്ടാവണം ഇതൊക്കെ പ്രവചിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് സഹനദാസൻ ആ ഒരു ഭാഗം മുഴുവൻ കർത്താവിൻ്റെ പീഡാനുഭവം കണ്ടെഴുതുന്നത് പോലെ ഇന്നും യഹൂദന് അത് വിശദീകരിക്കാൻ പറ്റിയിട്ടില്ല അതാരെക്കുറിച്ചാണെന്ന്. ഇന്നും അതായത് ആ സഹനദാസൻ എന്താണെന്നുള്ളതിനെക്കുറിച്ച് നടന്നിട്ടുള്ള പ്രബന്ധങ്ങളും പുസ്തകങ്ങളും തന്നെ നൂറായിരം ഗവേഷണങ്ങൾ നടന്നിട്ടുണ്ട്. ഇന്നും യഹൂദന് ഫിക്സ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇത് ആരെക്കുറിച്ചാണ്, ഇത് മിശിഹായെക്കുറിച്ചാണെന്ന് അവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല. പക്ഷേ ഈ മിശിഹ എന്ന് പറയുന്ന വ്യക്തിയിൽ മാത്രം, ക്രിസ്തുവിൽ മാത്രം പൂർത്തിയാവുന്നൊരു പ്രവചനമാണ്, വേറെ ആർക്കും ആപ്ലിക്കബിൾ അല്ലാത്ത ഒരു പ്രവചനം. അപ്പം അതൊക്കെ അത്രയും ഇമ്മാനുവേൽ പ്രവചനം. ജസ്സയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടിക്കിളിച്ചു വരും, അതുപോലെ കർത്താവിൻ്റെ ആത്മാവ് ശക്തിയോട് അവൻ്റെ മേൽ ആവസിക്കും. പിന്നെ ഈ അത്ഭുത മന്ത്രി എന്ന് പറയുന്ന ആ ഭാഗം എല്ലാം അച്ഛൻ പറഞ്ഞ സഹനദാസൻ, പ്രത്യേകിച്ച് യേശയ്യാ 53 ലിറ്ററലി അത് യേശുവിനെ കുറിച്ചുള്ളതാണ്, കണ്ടെഴുതിയിരിക്കുന്നതാണ്. കുരിശേ കിടക്കുന്ന യേശുവിനെ കണ്ടെഴുതിയോ. അതുപോലെ തന്നെ അവനെ ആരും നോക്കാൻ പറ്റാത്ത പോലെ അവൻ്റെ മുഖം വികൃതമായി പോയി എന്നൊക്കെ ആ ഈശോയുടെ ആ സഹിച്ചു നിൽക്കുന്ന ഈശോയെ കണ്ടിട്ടാണ് എന്നപോലെ നമുക്ക് തോന്നും. പിന്നീട് അവസാന അധ്യായത്തിലേക്കൊക്കെ വരുമ്പോൾ വിശുദ്ധ കുർബാനയെക്കുറിച്ച് ഒക്കെയുള്ള അമാവാസി മുതൽ അമാവാസി വരെ എൻ്റെ ആലയത്തിൽ ബലിയർപ്പിക്കപ്പെടും, ഷണ്ടന്മാർ പുരോഹിതന്മാരായിട്ട് മാറും, പുരോഹിതന്മാരായിട്ട് മാറും, അതുപോലെ തന്നെ വിജാതീയർ പുരോഹിതരാവും. ഇതെല്ലാം അതായത് ഇന്ന് ഈ പുതിയ നിയമത്തിൽ എന്തെല്ലാം പൂർത്തിയായിട്ടുണ്ടോ അതൊക്കെ യെശയ്യായിൽ നമുക്ക് കാണാൻ പറ്റും. നീതീകരണം. അപ്പോൾ സത്യം പറഞ്ഞാൽ യെശയ്യാ നമുക്കൊരു ജന്മം മുഴുവൻ പഠിക്കാനുള്ള റിസോഴ്സ് ഉണ്ട്. യെശയ്യാ കരഞ്ഞ് പ്രവചിച്ച ഒരു പ്രവാചകനാണെന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ഉള്ളിൽ കണ്ട്, അതായത് ഈ രക്ഷകനെ കണ്ടു, അല്ലെങ്കിൽ ഈ വരാനിരിക്കുന്ന നാശമൊക്കെ കണ്ടായിരിക്കാം ഒരു പക്ഷേ യെശയ്യാ പ്രവചിച്ചത്. അതുപോലെ വീപ്പിംഗ് പ്രോഫറ്റ് എന്ന് കുറച്ചുകൂടെ പറയുന്നത് ജെറമിയായാണ്. അപ്പോൾ പ്രവാചകന്മാർ നമ്മൾ യഥാർത്ഥത്തിൽ നമുക്ക് ഇന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാത്ത ഒരു കൂട്ടം മനുഷ്യരാണ്. കാരണം ഇന്ന് പ്രവാചകന്മാരില്ല. പ്രവാചകന്മാരുടെ വാക്കുകൾ മാത്രമല്ല, ജീവിതവും പ്രവചനമായിരുന്നു. നമ്മൾ ഇന്ന് പറഞ്ഞ ഈ വഴി കൂടെയൊക്കെ നടക്കുന്ന ഭ്രാന്തന്മാരെ പോലെ അങ്ങനെ നടക്കുന്ന ഒരു കൂട്ടം മനുഷ്യർ, അവരിങ്ങനെ ആ തങ്ങളുടെ കാലത്തോട് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു. അവർ ജീവിച്ചിരുന്ന കാലത്തെ ആളുകളൊക്കെ അവർ ഭ്രാന്ത് പറഞ്ഞിരുന്നു എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അവർ പറഞ്ഞുകൊണ്ടിരുന്നത് ഇനി വരാൻ പോകുന്ന കാര്യങ്ങളാണ്. അപ്പം അത്രയും ഒട്ടും നമുക്ക് ഇന്ന് പ്രവാചകൻ എന്ന് പറഞ്ഞ് റിലേറ്റ് ചെയ്യാൻ നമുക്കൊരാളില്ലല്ലോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഒരു സെഗ്മെൻറ്റോ ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ വിളിക്കപ്പെടുന്നവരുണ്ട് ഇഷ്ടം പോലെ. പക്ഷെ അങ്ങനെ അതല്ലല്ലോ ഇതൊരു യെശയ്യായും ജെറമിയായും പോലെ യഥാർത്ഥത്തിൽ വേറൊരു യെശയ്യായുടെ കാര്യം പറയും അച്ഛൻ. യെശയ്യാ നമുക്ക് പറഞ്ഞു തീർക്കുന്നതിന് മുമ്പ് ഈ ഹെബ്രായ ലേഖനത്തിൽ പറയത്തില്ലേ, അവരിൽ ചിലർ വാളുകൊണ്ട് 2 വെട്ടിമുറിക്കപ്പെട്ടു. അത് യെശയ്യായാണ്. മനാസെ എന്ന് പറയുന്ന രാജാവാണ് ഒരു പൊള്ളയായ തടിയുടെ അകത്ത് യെശയ്യായെ കയറ്റിയിട്ട് 2 വെട്ടിമുറിച്ചത്. അപ്പോൾ അന്ത്യം പോലും നോക്ക്, അത്രമാത്രം. ജെറമിയ ഈജിപ്തിൽ വെച്ച് കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുക. ബൈബിളിലില്ല അതൊന്നും. അപ്പോൾ ഈ പ്രവാചകന്മാരൊരു നമുക്ക് ഒരു ദിവസം മുഴുവൻ സംസാരിക്കാനുള്ള വിഭവങ്ങളുണ്ട് അവരുടെ ജീവിതത്തിൽ. ജെറമിയ ഒരു വീപ്പിംഗ് പ്രോഫറ്റ് ആകാനുള്ള കാര്യമേ താൻ പ്രവചിച്ചതെല്ലാം സംഭവിക്കുന്നത് കണ്ടതുകൊണ്ടുകൂടിയാവാം അല്ലേ? അതെ, കൺമുമ്പിൽ നിറവേറുന്ന കണ്ടുകൊണ്ടാണ്. ജെറമിയയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ജെറമിയയ്ക്ക് ഒരു കാമുകി ഉണ്ടായിരുന്നെന്നും നമുക്കത് ഈ വരികൾക്കിടയിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് അതെല്ലാം. ജെറമിയ അവളെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിരുന്നെന്നും ആ സമയത്താണ് അദ്ദേഹത്തിന് വിളി കിട്ടുന്നത്, നീ കല്യാണം കഴിക്കരുത്, പ്രവാസം വരാൻ പോവാണ്. അങ്ങനെ തൻ്റെ പ്രിയതമയെ ഉപേക്ഷിച്ചിട്ട് പോകേണ്ടി വരുന്നു ഈ മനുഷ്യന്. പിന്നെ അയാൾക്ക് പറയുന്നുണ്ട്, എനിക്കിത് പറയണ്ട, എനിക്കിത് ഇഷ്ടമില്ല, എല്ലാവരും ഞാൻ അൺപ്ലസൻ്റായ കാര്യങ്ങൾ മാത്രം പറയുന്നു, എന്നെക്കുറിച്ച് പരാതി പറയുന്നു, എനിക്കിങ്ങനെയുള്ള കാര്യങ്ങൾ പറയണ്ട. പ്ലസൻ്റായ കാര്യങ്ങൾ പറയാൻ ആഗ്രഹിച്ചു, പക്ഷെ അത് പറയാൻ പറ്റുന്നില്ല. കാരണം ദൈവത്തിൽ നിന്ന് വരുന്ന പ്രവചനങ്ങൾ മുഴുവൻ വരാൻ പോകുന്ന ആസന്നമായ വിപത്തിനെ കുറിച്ചുള്ള അറിയിപ്പുകളാണ്. അപ്പോൾ ജെറമിയ യഥാർത്ഥത്തിൽ യെശയ്യായെക്കാളും ഇൻറ്റൻസ് ആയിട്ട്, ഈ യെശയ്യായ്ക്കുണ്ടായിരുന്ന ഒരു ഗുണം, യെശയ്യായ്ക്ക് കുറേ റോയൽ സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. ഉസിയ രാജാവിൻ്റെ സ്ക്രൈബും കസിനും ഒക്കെ ആയിരുന്നു. പക്ഷെ ജെറമിയ അങ്ങനെയും പോലും അല്ല. ജെറമിയ എല്ലാ അർത്ഥത്തിലും വെറുക്കപ്പെട്ട ഒരു പ്രോഫറ്റായിരുന്നു. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വായിക്കുമ്പോൾ നമ്മൾ ഓരോ സെഗ്മെൻറ്റാണ്, കിണറ്റിൽ, പൊട്ടക്കിണറ്റിൽ, അതുപോലെ കുഴിയിൽ, ഒരു കിണറിനകത്ത്,
ചെറിയൊരു ദ്വാരത്തിനകത്തോട്ട് ഒരു അപ്പം മാത്രം ഇട്ട് കൊടുക്കുന്ന, അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട്. പിന്നീട് ഒടുവിൽ ജെറമിയായെ ഈജിപ്തിലേക്ക് ഇവർ പിടിച്ചു കിട്ടിയാണ് കൊണ്ടുപോകുന്നത്. ജെറമിയ ഈജിപ്തിലേക്ക് പോകാൻ കൂട്ടാക്കാത്തത് കൊണ്ട് ജെറമിയായെ പിടിച്ചു കിട്ടി ഈജിപ്തിലേക്ക് കൊണ്ടുപോയി. യഹൂദ റബ്ബിമാർ പറയുന്നു അവിടെ വെച്ച് അദ്ദേഹം അവരാൽ തന്നെ കല്ലെറിഞ്ഞ് കൊല്ലപ്പെട്ടു എന്നും പറയുന്നു. അപ്പോൾ താൻ പ്രവചിച്ചത് കൺമുമ്പിൽ നിറവേറുന്നത് കണ്ട പ്രവാചകനാണ് ജെറമിയ. വലിയ പ്രത്യാശയുടെ വചനങ്ങളും ഇവരിൽ നിന്ന് വരുന്നുണ്ട്. പ്രത്യേകിച്ച് ജെറമിയ ദൈവ പദ്ധതിയെക്കുറിച്ച് സംസാരിക്കുന്നത് ജെറമിയല്ലേ, അല്ലേ? അതെ അതെ, ഒരു പദ്ധതി നിറവേറാനുണ്ട്, നാശത്തിൻ്റെ പദ്ധതിയല്ല. അതെ. അപ്പോൾ അങ്ങനെ പ്രത്യാശയും നൽകുന്നുണ്ട് ഈ ജനത്തിന്. നമ്മൾ പ്രവാസം കഴിഞ്ഞ് ഇനി എക്സൈൽ കഴിഞ്ഞിട്ട് നമ്മളിനി അടുത്ത ഘട്ടം തിരിച്ചുവരവ് വരുമ്പോഴും അതുപോലെ പുതിയ നിയമം വരുമ്പോഴുമാണ് യഥാർത്ഥത്തിൽ ഈ പ്രവാചകന്മാർ പ്രവചിച്ച പ്രത്യാശയുടെ പൂർത്തീകരണത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ കാണാൻ പോകുന്നത്. അത് ഈ റിസ്റ്റോറേഷൻ അവരുടെ പ്രവചനത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായിരുന്നു. നമ്മൾ എസക്കിയേൽ, ദാനിയേൽ ഈ പ്രവാചകന്മാരിലേക്ക് വരുമ്പോഴത്തേക്ക് ഇവർ സ്വപ്നങ്ങൾ കാണുന്നവർ, വ്യാഖ്യാനിക്കുന്നവർ, ദർശനങ്ങൾ കാണുന്നവർ. പക്ഷേ അത് ഞാൻ ഈ ദർശനങ്ങളുമായി ബന്ധപ്പെട്ടപ്പോഴും ശ്രദ്ധിക്കുന്നത് ഈ പല അടയാളങ്ങളും മൃഗങ്ങളുമായി ബന്ധപ്പെട്ട്, കാള, കഴുകൻ, സിംഹം. അത് വെളിപാട് വരുമ്പോഴും നമ്മൾ അങ്ങനെയുള്ള ചില ദർശനങ്ങൾ കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെയുള്ള അടയാളങ്ങളിലൂടെ, നമുക്കൊരിക്കലും മനസ്സിലാകാത്ത അടയാളങ്ങളിലൂടെ കർത്താവ് ദർശനം കൊടുക്കുന്നത്? ഈ ഇമേജറി പലപ്പോഴും അവർ ജീവിച്ചിരിക്കുന്ന കാലവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഒരു കാര്യം പറഞ്ഞിട്ട് നമുക്കതിലേക്ക് പോവാം. ജെറമിയ പ്രവചിച്ചത് ജെറമിയയുടെ കൺമുമ്പിൽ നിറവേറി പ്രവാസത്തിലേക്ക് കൊണ്ടുപോകുന്നത് ജെറമിയ കണ്ടു. എസക്കിയേൽ ഇവരുടെ കൂട്ടത്തിൽ പ്രവാസത്തിലേക്ക് പോയ ആളാണ്. ദാനിയേലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ദാനിയേലിനെ എസക്കിയേലിനെ നമ്മൾ ഈ ഘട്ടത്തിൽ വായിക്കുന്നത് പ്രവാസത്തിലായിരുന്ന ജനത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് കുറെ കൂടി ആഴത്തിൽ മനസ്സിലാക്കാൻ ഇവർ സഹായിക്കും എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ദാനിയേൽ ആദ്യത്തെ പ്രാവശ്യം നാട് കടത്തപ്പെട്ടവരുടെ കൂട്ടത്തിൽ, എസക്കിയേൽ പുരോഹിതനാണ്, അദ്ദേഹം കുടുംബസ്ഥനായിരുന്നു, ഭാര്യയുണ്ടായിരുന്നു. അദ്ദേഹം രണ്ടാമത്തെ ഘട്ടത്തിൽ നാട് കടത്തപ്പെട്ട ആളുകളുടെ കൂട്ടത്തിലാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും പ്രവാസത്തിലെത്തിയ ജനം, ആ ജനത്തിന് അവരോട് സംസാരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ജനത്തെ കുറേ എൻകറേജ് ചെയ്യുക, വരാൻ പോകുന്ന കാര്യങ്ങൾ, ഇപ്പോഴത്തെ ഈ നാശമല്ല നിങ്ങളുടെ അവസാനം എന്ന് അവരെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതായിരുന്നു അവരുടെ ദൗത്യം. ഇനി ഇമേജറിയെക്കുറിച്ച് പറയുമ്പോൾ അവർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അവർക്ക് പരിചയമുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പ്രതീകമായിട്ട് അവതരിപ്പിക്കപ്പെടുന്നത്. ഇപ്പോൾ കാള ഒരു വശത്ത് യഹോവയുടെ ഇമേജറിയാണ്, ഒരു വശത്ത്. മറുവശത്ത് കാള ബിംബമാണ്. കാരണം അവർക്ക് ഫെമിലിയറായ ഒരു ഇമേജറിയാണ് കാള. അതുപോലെ തന്നെ കഴുകൻ ഇവരെ ആക്രമിക്കാൻ വരുന്ന ഒരു വശത്ത് ശത്രുവിൻ്റെ പ്രതീകമാണ്, മറുവശത്ത് ഇവരെ ഉയർന്നു നിന്ന് വീക്ഷിച്ച് നോക്കുന്ന ദൈവിക സാന്നിധ്യത്തിൻ്റെ പ്രതീകമാണ്. നമുക്കിപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ ഇരുന്ന് നമ്മുടെ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് പരിചയമുള്ള ബിംബങ്ങളും വെച്ച് വായിക്കുമ്പോൾ വളരെ സ്ട്രെയിഞ്ച് ആണെങ്കിലും എനിക്കൊന്ന് അവർക്ക് കുറച്ചുകൂടി മനസ്സിലാവുന്ന ഒരു ഭാഷയായിരുന്നിരിക്കണം ഇത്. അതുകൊണ്ടാണല്ലോ ഈ ഭാഷാരീതി ബൈബിളിൽ ആവർത്തിക്കപ്പെടുന്നത്. ദാനിയേലിലും എസക്കിയേലിലും വെളിപാടിലുമെല്ലാം ആ ഇമേജറികൾ ആവർത്തിക്കപ്പെടുന്നത് വായിക്കുന്നവന് കുറെ കൂടി ഗ്രാഹ്യമാവുന്ന ഒരു ഭാഷയായിരുന്നിരിക്കണം അത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 4 സുവിശേഷങ്ങളുടെ പ്രതീകമായിട്ട് ഈ കാള, കഴുകൻ, അതൊക്കെ ലേറ്റർ ഇൻ്റർപ്രിട്ടേഷൻസ് ആണ്. അതൊക്കെ ആലങ്കാരികമായിട്ട് പിന്നീട് അതിനെ മനസ്സിലാക്കുന്നതാണല്ലോ. ചെറിയ പ്രവാചകന്മാരിലേക്ക് വരുമ്പോൾ ഹബക്കുക്കിൻ്റെ പ്രവചനങ്ങളിൽ നമ്മൾ ആദ്യം തന്നെ കാണുന്ന ഒരു ആശയം മൗനിയായിരിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ച്. അങ്ങനെ ദൈവം അങ്ങനെ മൗനമായിട്ടിരിക്കൂ? അത് പ്രവാചകന്റെ ആവലാതിയാണത്. അതായത് പ്രവാചകൻ പറയുകയാണ്, ഇത്രയും തിന്മ പെരുകിയിട്ടും ദൈവമേ നീ എന്താണ്, നീ പരിശുദ്ധനാണല്ലോ, തിന്മ നിനക്ക് നോക്കിയിരിക്കാൻ പറ്റാത്ത വിധം നിന്റെ കണ്ണുകൾ പരിശുദ്ധമല്ല, നീ എന്താണ് മിണ്ടാതിരിക്കുന്നത്? പ്രവാചകന്റെ ആവലാതിയാണത്. അതിന് ദൈവം കൊടുക്കുന്ന മറുപടിയുമാണത്. ഇപ്പം ദൈവം യഥാർത്ഥത്തിൽ ഈ ദൈവത്തിൻ്റെ മൗനം, അല്ലെങ്കിൽ ഇങ്ങനെ വേണം അതിനെ കാണാൻ, ദൈവം നമുക്ക് സമയം അനുവദിക്കുന്നതാണത്. കാനാൻ ദേശത്തെക്കുറിച്ച് പറയുമ്പോൾ അബ്രഹാമിനോട് പറയുന്ന പോലെ അമോര്യരുടെ ദുഷ്ടത ഇനിയും പൂർത്തിയായിട്ടില്ല എന്ന് പറയുന്ന പോലെ, അതായത് തിരിച്ചു വരാൻ ദൈവം അനുവദിക്കുന്ന സമയത്തിൻ്റെ പേരാണ് ദൈവത്തിൻ്റെ മൗനം. ആ അർത്ഥത്തിലാണ് അവിടെ നീ എന്താണ് തിന്മ കണ്ടിട്ടും അവരെ ശിക്ഷിക്കാത്തതെന്ന അർത്ഥത്തിൽ പ്രവാചകൻ ചോദിക്കുമ്പോൾ അതിനുള്ള മറുപടി എന്ന രീതിയിലാണ് അതിനെ നമ്മൾ കാണുന്നത്. അതുപോലെ സെഫാനിയ ദൈവത്തിൻ്റെ ക്രോധം, ദൈവം അങ്ങനെ ഒരു വലിയൊരു ദേഷ്യത്തിലാണോ? അതായത് നമ്മൾ മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിൽ ദൈവത്തെ അവതരിപ്പിക്കുന്ന ഒരു പരിമിതി ബൈബിളിനുണ്ടല്ലോ. ഇപ്പം ദൈവം കോപിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ കോപിക്കുന്ന പോലെ ദൈവം കോപിച്ചു എന്നല്ലല്ലോ. ഞാൻ ഒറ്റ ഒരു ഉദാഹരണം കൊണ്ട് അത് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇപ്പോൾ ഇതാ പറഞ്ഞ ക്രോധം എന്ന വാക്കിൻ്റെ അർത്ഥം കൃത്യമായിട്ട് പറഞ്ഞാൽ ദൈവം കോപിച്ച് ആംഗ്രി ആയിട്ടിരിക്കുന്നു എന്നല്ല, മറിച്ച് ദൈവത്തിന് പാപത്തോട് പൊരുത്തപ്പെടാൻ പറ്റാത്ത ദൈവത്തിൻ്റെ നേച്ചർ, അതാണ് ക്രോധം. ഗോഡ്സ് ഇൻടോളറൻസ് ടുവേർഡ്സ് സിൻ, ഗോഡ്സ് ഇൻഡിഗ്നേഷൻ ടുവേർഡ്സ് സിൻ, ഗോഡ്സ് ഹെയ്റ്റ്രഡ് ടുവേർഡ്സ് സിൻ, അതാണ് റാത്ത്. എന്ന് പറഞ്ഞാൽ
ബൈബിള് നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ബൈബിൾ എഴുത്തുകാരൻ പറയുകയാണ്, ദൈവത്തിന് പാപം സമ്മതിക്കാൻ പറ്റില്ല. അപ്പോൾ പാപം ഉള്ളിടത്ത് ദൈവത്തിൻ്റെ ക്രോധമുണ്ട് എന്ന് പറഞ്ഞാൽ ഗോഡ് ഈസ് നോട്ട് ഹാപ്പി, ദൈവം അപ്രൂവ് ചെയ്യുന്നില്ല ഈ അർത്ഥത്തിൽ. അപ്പോൾ അതുകൊണ്ട് ആ ദൈവത്തിൻ്റെ ഇമോഷൻസ് അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ദൈവത്തിൻ്റെ നേച്ചർ കൺവേ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന കാര്യങ്ങളായിട്ടാണ് ദൈവം മൗനമായിട്ടിരിക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ ദൈവമേ നിൻ്റെ ക്രോധം ജ്വലിച്ചു വരുന്നത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ പ്രതികാരവുമായിട്ട് ദൈവം വരുന്നു എന്നൊക്കെ പറയുന്നത് അങ്ങനെയാണ് നമ്മൾ കാണേണ്ടത്. പ്രവാസമാണ് വിഷയം. അച്ഛൻ അതെല്ലാം ഇനി ഓരോ പുസ്തകങ്ങളിലേക്ക് പോകുമ്പോൾ നന്നായിട്ട് വിവരിക്കും എന്നുള്ളതിനകത്ത് സംശയമില്ല. എങ്കിലും ഇത് ഉപസംഹരിച്ചുകൊണ്ട് ഒന്ന് ചോദിക്കാം, നമ്മളിപ്പോൾ യഥാർത്ഥത്തിൽ ഒരു പ്രവാസ ജീവിതത്തിലാണ് നമ്മൾ മനുഷ്യർ. അതായത് വീണ്ടും വീണ്ടും എത്ര പറഞ്ഞാലും നമുക്കത് അധികമാവാത്ത ഒരു ആശയം പ്രവാസത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ വംശാവലി വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കും, അബ്രഹാം മുതൽ ദാവീദ് വരെ 14 തലമുറ, ദാവീദ് മുതൽ ബാബിലോൺ പ്രവാസം വരെ 14 തലമുറ, ബാബിലോൺ പ്രവാസം മുതൽ യേശുക്രിസ്തു വരെ 14 തലമുറ. ഒരിക്കലും ഒരു അന്തസ്സുള്ള യഹൂദൻ തൻ്റെ ജീവിതത്തിലെ മോശപ്പെട്ട ഒരേട് വംശാവലിയിൽ എഴുതില്ല. അപ്പോൾ ക്രിസ്തുവിൻ്റെ വംശാവലി എഴുതുമ്പോൾ മത്തായി പ്രവാസം മുതൽ ക്രിസ്തു വരെ എന്ന ഒരു വാക്ക് വെച്ചിരിക്കുന്നത് ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയാണ്. അതായത് ദാനിയേൽ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഗബ്രിയേൽ മാലാഖ ഉത്തരവുമായിട്ട് വരുന്നതിന് മുമ്പ് ദാനിയേൽ ചോദിക്കും, ദൈവമേ, ജെറമിയ പ്രവചിച്ചതുപോലെ 70 വർഷം പൂർത്തിയായി, പക്ഷേ പ്രവാസം തീരുന്ന ലക്ഷണം കാണുന്നില്ല. ഈ സമയത്ത് ദേവാലയത്തിൽ സായാഹ്ന ബലിയുടെ സമയത്ത്, ജെറുസലേമിൽ ദേവാലയം ഉണ്ടായിരുന്നെങ്കിൽ അവിടെ സായാഹ്ന ബലിയുടെ വൈകുന്നേരം 3 മണിയാകുമ്പോൾ ഗബ്രിയേൽ മാലാഖ ദാനിയേലിന് പ്രത്യക്ഷപ്പെട്ടിട്ട് പറയും, പ്രവാസം ഇപ്പോൾ തീരില്ല, പ്രവാസം തീരാൻ ഇനിയും ഏതാണ്ട് 490 വർഷങ്ങളോളം എടുക്കും. അങ്ങനെയാണ് പറയുന്നത്. ദാനിയേൽ 9 പ്രവാസം തീരാൻ ഇനി അത്രയും കൊല്ലം കൂടി എടുക്കും. പാപത്തിന് പരിഹാരം ചെയ്യുന്നതിനും അതിക്രമം അവസാനിപ്പിക്കുന്നതിനും പ്രവചനങ്ങൾക്ക് മുദ്ര വെക്കുന്നതിനും ഒക്കെ ഒരഭിഷിക്തൻ വരുന്നത് വരെ ഈ വർഷങ്ങളുടെ 70 ആഴ്ചകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രവചനമുണ്ട്. അതായത് ഗബ്രിയേൽ പറയുകയാണ്, ജിയോഗ്രഫിക്കലി പ്രവാസം തീരും. നിങ്ങൾ ഈ ബാബിലോണിൽ നിന്ന് ജെറുസലേമിലെത്തും, എത്തിയാലും യഥാർത്ഥത്തിൽ പ്രവാസം ആത്മീയമായിട്ട് തീരില്ല. അത് തീരണമെങ്കിൽ യഥാർത്ഥ രാജാവ്, അവസാനത്തെ രാജാവും പോയാണല്ലോ പ്രവാസത്തിലേക്ക് പോയത്, യഥാർത്ഥ രാജാവ് തിരിച്ചു വന്നാലേ പ്രവാസം തീരത്തുള്ളൂ. ആ രാജാവാണ് മിശിഹ. അപ്പോൾ ഗബ്രിയേൽ ദാനിയേലിനോട് പറയുന്നത്, ഗബ്രിയേൽ മാലാഖ പറയും, പ്രവാസം തീരണമെങ്കിൽ മിശിഹ വരണം. അപ്പോൾ യഹൂദൻ്റെ അല്ലെങ്കിൽ നമ്മൾ വായിക്കുന്ന ബൈബിളിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് പ്രവാസം തീരുന്നത് മിശിഹയുടെ വരവോടുകൂടിയാണ്. ഈ എക്സൈലിൻ്റെ ടൈം പീരീഡിൽ നമ്മളിപ്പോൾ വായിക്കുന്നതനുസരിച്ച് 70 കൊല്ലം കൊണ്ട് തീരുമെങ്കിലും പ്രവാസം യഥാർത്ഥത്തിൽ തീരുന്നത് മിശിഹയുടെ വരവോടുകൂടിയാണ്. അതുകൊണ്ടാണ് മത്തായി എഴുതുന്നത് പ്രവാസം മുതൽ മിശിഹ വരെ 14 തലമുറയിൽ നിന്ന് എഴുതുന്നത്. സോ ഇൻ റിയാലിറ്റി എക്സൈൽ എൻഡ്സ് വിത്ത് മെസ്സയ. അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രവാസം കഴിഞ്ഞുള്ള സമയത്താണ് തിയോളജിക്കലി ദൈവശാസ്ത്രപരമായിട്ട് നമ്മൾ മിശിഹ വന്ന് നമ്മളെ വീണ്ടെടുത്ത് പ്രവാസത്തിൽ നിന്ന് വീണ്ടെടുത്ത് വാഗ്ദത്ത നാട്ടിലേക്ക് എത്തിച്ച ഒരു രക്ഷാകര അനുഭവത്തിൽ ജീവിക്കുന്ന ആളുകൾ എന്ന നിലയിൽ ദൈവശാസ്ത്രപരമായിട്ട് കൃത്യമായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പ്രവാസത്തിലല്ല, നമ്മൾ യഥാർത്ഥത്തിൽ പ്രവാസം കഴിഞ്ഞ ആളുകളാണ്. എന്നാൽ 2 യാത്രകളെ നമ്മൾ കാണേണ്ടതുണ്ട്. ഒന്ന് ഈജിപ്തിൽ നിന്ന് കാനാനിലേക്കുള്ള യാത്ര, 2 ബാബിലോണിൽ നിന്ന് ജെറുസലേമിലേക്കുള്ള യാത്ര. നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈജിപ്തിൽ നിന്ന് കാനാനിലേക്കുള്ള യാത്ര നമ്മൾ മാമോദീസയിലൂടെ നടത്തി കഴിഞ്ഞു. നമ്മൾ പിശാചിൻ്റെ അടിമത്തത്തിൽ നിന്ന് ദൈവരാജ്യത്തിൻ്റെ ഭാഗമായിട്ട് മാറി. ഈജിപ്തിൽ നിന്ന് വാഗ്ദത്ത നാട്ടിലേക്കുള്ള യാത്ര നമ്മൾ നടത്തി. എന്നാൽ ആ വാഗ്ദത്ത നാട്ടിൽ എത്തിക്കഴിഞ്ഞ് രക്ഷ അനുഭവിച്ച നമ്മൾ പലപ്പോഴും ജീവിതം കൊണ്ട് ബാബിലോണിലേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് വാഗ്ദത്ത നാട്ടിലെത്തിയ ജനത പിന്നീട് അടുത്ത ഘട്ടത്തിൽ പോകുന്ന ഈ സെക്കൻഡ് ഫേസ് എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. രക്ഷ അനുഭവിച്ച എല്ലാവരുടെയും ജീവിതത്തിൽ ഈ വാഗ്ദത്ത ദേശം പൂർണ്ണമായി അനുഭവിക്കുന്നതിന് പകരം ഇടയ്ക്കിടയ്ക്ക് ബാബിലോണിലേക്ക് പോകുന്ന ഒരു അനുഭവം. ആ അർത്ഥത്തിൽ ജീവിതകാലം മുഴുവൻ നമ്മൾ പ്രവാസികളായിരിക്കുകയും ചെയ്യും. അടിമത്തത്തിൽ നിന്ന് നമുക്ക് മോചനം കിട്ടി. പക്ഷേ പ്രവാസത്തിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതുപോലെ പ്രവാസത്തിൽ, അതായത് സത്യം പറഞ്ഞാൽ ധൂർത്തപുത്രൻ്റെ ഉപമയാണ് പ്രവാസത്തിൻ്റെ ഏറ്റവും നല്ല പുതിയ നിയമ ഇമേജറി. പിതാവിൻ്റെ സന്നിധിയിൽ നിന്ന് അവൻ്റെ ഇഷ്ടങ്ങളുടെ ലോകത്തേക്ക് പോവുകയും കാത്തിരിക്കുന്ന പിതാവിൻ്റെ അടുത്തേക്ക് തിരിച്ചു വരികയും ചെയ്യുന്നത് മടക്കയാത്ര. ഇത് മനുഷ്യൻ്റെ മരണം വരെ അവൻ്റെ എല്ലാ അനുഭവങ്ങളിലും ഉണ്ട്. ഈ പ്രവാസവും മടങ്ങിവരവും സത്യത്തിൽ ബൈബിളിൻ്റെ ഏറ്റവും റെക്കറിംഗ് ആയ തീമുകളിലൊന്ന് ഇതാണ്, എക്സൈൽ ആൻഡ് റിട്ടേൺ. ഇതാണ് ഒരു മനുഷ്യൻ്റെ, ഏത് മനുഷ്യൻ്റെയും ജീവിതം, എൻ്റെയും അച്ഛൻ്റെയും എല്ലാവരുടെയും ജീവിതം ഇതാണ്. നമ്മൾ അകന്നു പോകുന്നു, തിരികെ വരുന്നു. ആ അർത്ഥത്തിൽ നമ്മൾ ആജീവനാന്ത പ്രവാസികളാണ്.
കാരണം നമ്മൾ പാടുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നതേ ഞങ്ങൾ പരദേശവാസികളാണ്, അതെ അതെ അതെ. ഞങ്ങളുടെ വാസം ഇവിടെ അല്ല, ഞങ്ങളങ്ങ് യഥാർത്ഥ സ്ഥലത്തെത്താൻ പോവാണ്. സ്വർഗത്തിലേക്കുള്ള യാത്രയെ തീർച്ചയായിട്ടും നമ്മൾ ആ പ്രവാസികൾ, ആ അർത്ഥത്തിൽ നമ്മൾ പ്രവാസികളാണല്ലോ. നമ്മൾ ആ സ്വർഗീയ ഭാഗ്യത്തിൻ്റെ പൂർണ്ണത അനുഭവിക്കുന്ന കാലം വരെയും പ്രവാസികളും ഹവ്വായുടെ മക്കളുമായ ഞങ്ങൾ കണ്ണുനീരിന് താഴ്വരയായ ലോകത്തിൽ നിന്ന് എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ബാബിലോൺ ഒരു വളരെ മോശപ്പെട്ട ഒരു അടയാളമായിട്ടാണ് അവസാനം വെളിപാടിൽ നമ്മൾ കാണുന്നത്. അതെ, ബാബിലോണാണ് യഥാർത്ഥത്തിൽ ഏറ്റവും മോശപ്പെട്ട അടയാളം. അതായത് ഒരു തരത്തിൽ ഈജിപ്തിനേക്കാൾ അപകടകാരിയാണ് ബാബിലോൺ. ഈജിപ്തിൻ്റെ ഒരു പ്രശ്നം, ഈജിപ്തിൽ അടിമത്തം ഉണ്ടെന്ന് നമുക്കറിയാം. ബാബിലോണിൻ്റെ പ്രശ്നം, ബാബിലോൺ അടിമത്തം ഉണ്ടെന്ന് നമുക്കറിയില്ല. കാരണം ബാബിലോണിൽ നിന്ന് തിരിച്ചു വരാൻ ആവശ്യപ്പെടുമ്പോൾ ഒരുപാട് ആളുകൾ തിരിച്ചു വരുന്നില്ല. നമ്മൾ പിന്നീട് തിരിച്ചു വരവിൻ്റെ ഘട്ടത്തിൽ കാണുന്നുണ്ട്. ആളുകൾ പിന്നെ കുറേ പേര് പറയുന്നത് ഞങ്ങൾ തിരിച്ചു വരുന്നില്ല എന്നാണ് പറയുന്നത്. കാരണം ബാബിലോണിന് നമ്മൾ അറിയാതെ തന്നെ നമ്മളെ വിഴുങ്ങാനുള്ള കഴിവുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഈ മാരക പാപം, അതിനെ നമുക്ക് ഈജിപ്തായിട്ട് കാണാം. നമുക്കറിയാതെ പാപമാണെന്നറിയാം. എന്നാൽ നമ്മൾ തിരിച്ചറിയാതെ പോകുന്ന ചില കെണികളും ചതിക്കുഴികളും ഉണ്ട്. അത് യഥാർത്ഥത്തിൽ പൗലോസ് പറയില്ലേ, എല്ലാം നിയമാനുസൃതമാണ്, എന്നാൽ എല്ലാം പ്രയോജനകരമല്ല എന്ന് പറയത്തില്ല. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ സുവിശേഷ വേല ചെയ്യാൻ വിളിക്കപ്പെട്ട നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ആളുകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടി നമ്മൾ വിദ്യാലയങ്ങൾ നിർമ്മിക്കുന്നു. വിദ്യാലയങ്ങൾ നിർമ്മിക്കുന്നത് സുവിശേഷ വേലയ്ക്കുള്ള ഒരു ഒരുക്കം എന്ന നിലയിൽ ചാവറേച്ചനൊക്കെ പറഞ്ഞ പോലെ, മാറിയവനസുത പറഞ്ഞ പോലെയൊക്കെ ഒരു നല്ല കാര്യം കൂടിയാണ്. ആ നല്ല കാര്യത്തിൽ നമ്മൾ ഏർപ്പെടുന്നു. കാലാന്തരത്തിൽ നമ്മൾ ഈ വിദ്യാലയത്തിന് വേണ്ടി ജീവിച്ചു തുടങ്ങുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും എന്ത് ചെയ്യുന്നു? സുവിശേഷ വേല ഈ വിദ്യാലയത്തിന് വേണ്ടി ജീവിക്കുന്നതിനിടയിൽ സാക്രിഫൈസ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. പ്രയോറിറ്റി അപ്പോൾ മാറുന്നു. പക്ഷേ ജീവിതകാലത്ത് ഒരിക്കലും നമ്മൾ തിരിച്ചറിയില്ല ഈ വിദ്യാലയം ബാബിലോണായി മാറുന്നുണ്ടെന്ന്. കാരണം ഇത് നല്ല കാര്യമാണ്. എപ്പോഴും പറയാറുണ്ട്, ഗുഡ് ഈസ് ദ എനിമി ഓഫ് ദ ബെസ്റ്റ്. ഏറ്റവും നല്ലതിൻ്റെ ശത്രു ഏറ്റവും മോശമായതല്ല, നല്ലതാണ്. നമ്മൾ ഏറ്റവും നല്ലതിനെ പല നല്ല കാര്യങ്ങൾക്കും വേണ്ടി ബലി കഴിക്കുന്നവരാണ്. ആ അർത്ഥത്തിലാണ് നമ്മൾ ബാബിലോൺ ഈ നല്ല കാര്യങ്ങളാണ്. അത് കെണിയാണെന്ന് പലപ്പോഴും നമുക്ക് തിരിച്ചറിവ് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ബാബിലോണിൻ്റെ ദുരന്തം. ഈജിപ്തിനെ സംബന്ധിച്ച് നമുക്ക് ദുരന്തമുണ്ട്, കാരണം അത് തിന്മയാണെന്ന് നമുക്കറിയാം. ബാബിലോണിന് ഒത്തിരി കംഫർട്ടുണ്ട്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഇന്നത്തെ ക്രിസ്തീയ ജീവിതം നയിക്കുന്നവരുടെ മുമ്പിലെ വെല്ലുവിളി തങ്ങളുടെ ബാബിലോൺ എന്താണെന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ്. ഈ ജെറുസലേമിൻ്റെ ഭംഗി തിരിച്ചറിഞ്ഞ് ബാബിലോണിനെ കളയാൻ തയ്യാറാവുന്നിടത്തെ പുതിയ ആകാശവും പുതിയ ഭൂമിയും ഉണ്ടാവും. വലിയൊരു പ്രധാനപ്പെട്ട പ്രശ്നം കൂടെ ഉണ്ട്. ബാബിലോണിൻ്റെ അരൂപി എന്തെന്നറിയാം? പ്രോഫിറ്റ് മോട്ടീവാണ്, ലാഭം. ബൈബിൾ വിൽക്കുമ്പോൾ എനിക്ക് 10 രൂപ ലാഭം കിട്ടണമെന്ന് തീരുമാനിക്കുന്നിടത്ത് ബാബിലോൺ ഉണ്ടാവുകയാണ്. ഇപ്പോൾ ഇഷ്ടംപോലെ ബാബിലോൺ ഇപ്പോൾ ഉണ്ടല്ലോ, ഇഷ്ടം പോലെ ഉണ്ട്. പറയുന്നത് മനസ്സിലായി. അതായത് പ്രോഫിറ്റ് മോട്ടീവാണ് ബാബിലോണിൻ്റെ അരൂപി. എന്നാൽ 10 രൂപ നമ്മൾ ചെലവഴിച്ച് നമ്മൾ ഒരാത്മാവിനെ നേടാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിനുവേണ്ടി ചിലപ്പോൾ 50 രൂപ നമ്മൾ വില കുറച്ച് ബൈബിൾ കൊടുക്കാൻ തയ്യാറാവുമ്പോൾ, അപ്പോഴേ നമ്മൾ ജെറുസലേമിൻ്റെ ഒരു സ്പിരിച്വാലിറ്റിയിലേക്ക് വരുത്തും. പലതും ബാബിലോൺ മേളയായിട്ട് നമ്മളത് അറിയുന്നില്ല എന്നുള്ളതാണ് ആ ചാനലിൻ്റെ ദുരന്തം. നമ്മളത് അറിയുന്നത് ഇത് ബാബിലോൺ ആണെന്ന്, നമ്മൾ പണിതുയർത്തിക്കൊണ്ടിരിക്കുന്നത് ബാബേലാണെന്ന് നമ്മൾ അറിയുന്നില്ല. നമ്മൾ ജെറുസലേം ആണെന്ന് തെറ്റിദ്ധരിച്ച് പണിതുകൊണ്ടിരിക്കുന്നത് ബാബിലോൺ ആണെന്ന് നമ്മൾ അറിയുന്നില്ല. യൂദായുടെ പ്രവാസത്തെക്കുറിച്ചാണല്ലോ നമ്മൾ ഈ പറയുന്നത്. പ്രവാസം നടന്നതും തിരിച്ചു വന്നതുമൊക്കെ ഇസ്രയേലിൽ അതോടുകൂടി അങ്ങ് തീർന്നു? അതോ അതായത് ഞാൻ ഇപ്പോൾ ഈ ദിവസങ്ങളിൽ എൻ്റെ കയ്യിലൊരു പുസ്തകം കിട്ടി. ഇസ്രായേലിലെ നഷ്ടപ്പെട്ട ഗോത്രങ്ങളാണ് യൂറോപ്യൻസായിട്ട് പിന്നീട് മാറിയതെന്ന് പറയുന്ന, ഇപ്പോൾ ഈ മേശപ്പുറത്തിരിപ്പുണ്ട് ആ പുസ്തകം. അതായത് അങ്ങനെയൊക്കെയുള്ള ഒത്തിരി സ്റ്റഡീസുണ്ട്. കാലാന്തരത്തിൽ അവരൊക്കെ പിന്നീട് പല വംശങ്ങളായി മാറിയതും പല ജനതകളായി മാറിയതിനെക്കുറിച്ചൊക്കെ. തിയറിറ്റിക്കലി പറഞ്ഞാൽ അവർ നഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ്. കാലാന്തരത്തിൽ അവർ മറ്റ് ജനതകളുമായിട്ട് ഇടകലർന്നില്ലാതായി എന്നാണ്. ഞാനിനി ഈ പുസ്തകം വായിച്ചു കഴിയുമ്പോൾ പറയാം എങ്ങനെയാണെന്നത്. അതായത് വലിയ പുസ്തകമാണത്. അതായത് ഈ ലോസ്റ്റ് ട്രൈബ്സ് ഓഫ് ഇസ്രായേൽ ഈ ലോകത്തിൻ്റെ നാനാഭാഗത്തേക്ക് എങ്ങനെയാണ് വ്യാപിച്ചതെന്ന് പറയുന്നൊരു പുസ്തകമാണത്. ഇനി കൂടുതൽ കാര്യങ്ങൾ ഓരോ ഭാഗവും വിശദീകരിക്കുമ്പോൾ കേൾക്കാൻ ഞങ്ങൾ കാത്തിരിക്കുന്നു. വളരെ നന്ദി. അപ്പോൾ അച്ഛൻ ഗൗരവതരമായ ഒരു ചർച്ചയിലേക്ക് ഞങ്ങളെ നയിച്ചതിന് പ്രത്യേകം വായനക്കാരുടെ ഭാഗത്തു നിന്ന് അച്ഛനെ നന്ദി പറയുന്നു. നിങ്ങളുടെ ഓരോരുത്തരുടെയും ചോദ്യമാണ് വിൽസൺ അച്ഛൻ്റെ ആധരങ്ങളിലൂടെ ഉന്നയിക്കപ്പെടുന്നത്. നമുക്ക് അച്ഛനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. നമുക്ക് പുതിയ കാലഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ദീർഘമായൊരു കാലഘട്ടമാണ്. ഒരു 74 ദിവസങ്ങൾ നമ്മളിതിനു വേണ്ടി വായനയ്ക്കായി ചെലവിടും. കൂടുതൽ തീഷ്ണതയോടെ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.